തലമുറയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലോ എന്തിൽ ഒരു കാരണവശാലും പുറത്ത് കിടക്കാൻ കഴിയാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ, ഒരു പുരോഗതിയും ലൈഫിലില്ലെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ദാരിദ്ര്യം, രോഗം തുടങ്ങി ദണ്ഡനങ്ങൾ, പരാജയം, താഴ്ന്നു പോകുക, ഇതെല്ലാം എവിടെ കിടക്കുന്നത്? ശാപങ്ങളുടെ ലിസ്റ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം ഇത് എന്ത് വേണമെന്നുള്ളത്. ശാപത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് തിരിച്ചറിയാം. ബിക്കോസ് he will be always struggling against something. എനിക്കൊരു ശാപമുണ്ടോ ബ്രദർ? ഒത്തിരി പേരെന്നോട് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിലൊരു ശാപമുണ്ടോ? ഈസ് ദർ എ curse on me? എൻ്റെ മേലൊരു ശാപമുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് ഉണ്ടോ ഇല്ലയോ ഒരു തീരുമാനത്തിലെത്താൻ പോവുകയാണ്. അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഇത് കാണുന്നവർ ഫുൾ കാണുക, അവസാനം തീരുന്നത് വരെ. കാരണം എവിടെയാണ് നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം, വിടുതൽ ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും, വലിയൊരു ഗുഡ് ന്യൂസ് കൂടെ പറയാനുണ്ട്. ഏറ്റവും അവസാനം ഞാൻ പറയുള്ളൂ, അവസാനം വരെ നിൽക്കുന്നവർക്കേ അത് കേൾക്കാൻ കഴിയൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടാൻ സാധ്യതയുണ്ട്. ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ഓൾ കർസസ്, എല്ലാവിധ ശാപങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാകുക. അതിൻ്റെ 6 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അതിൽ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക് ശാപം ഉണ്ടാകുമോ? എങ്ങനെ ഈ ശാപം ഉണ്ടായത്? അങ്ങനെ ശാപം ഉണ്ടായെങ്കിൽ തന്നെ ശപിച്ചാൽ ശാപം വരുമോ? മറ്റൊരാൾ ശപിച്ചാൽ ശാപം വരും? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, ഈസ് ദർ എ curse on me? എനിക്കൊരു ശാപമുണ്ടോ ഇല്ലയോ എങ്ങനെ മനസ്സിലാക്കുക? വളരെ വേഗത്തിൽ ബൈബിൾ എടുക്കുക. നമ്മൾ വേഗത്തിൽ യാത്ര ചെയ്യുന്നത് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്കാണ്. ഡ്യൂട്രോണമി ചാപ്റ്റർ നമ്പർ 28. ഈ 28-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 68ഓളം വാക്യങ്ങൾ ഇതിലുണ്ട്. ശരിയല്ലേ? ഏകദേശം 68 വാക്യങ്ങൾ, ലോങ് ചാപ്റ്ററാണ്. ഈ ലോങ് ചാപ്റ്ററിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അനുഗ്രഹങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ലോങ് ചാപ്റ്ററിലാണ്. ആദ്യത്തെ 14 വചനങ്ങളിൽ കാണുന്നത് അനുഗ്രഹങ്ങൾ. ആദ്യത്തെ 14 വചനങ്ങൾ, 13 കറക്റ്റ്, പക്ഷേ 14 കൂടെ ഉൾപ്പെടുത്തുക. ആദ്യത്തെ 14 വചനങ്ങളിൽ അനുഗ്രഹങ്ങൾ. 15 മുതൽ 68 വരെയുള്ള ദീർഘമായൊരു പോർഷൻ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന, വിറപ്പിക്കുന്ന, ഭീതിജനകമായ ശാപങ്ങളുടെ ഒരു ദീർഘമായ പട്ടികയാണ്. പക്ഷേ ഈ പട്ടിക മൊത്തം വായിച്ചാൽ നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. പകരം ഞാൻ പറയാൻ പോകുന്ന ഇതാണ്. സാധാരണ ഈ വീട് പ്രതിഷ്ഠിക്കുന്ന സമയത്ത്, ഹൗസ് ഡെഡിക്കേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ സാധാരണ ഈ അനുഗ്രഹത്തിൻ്റെ പട്ടിക അങ്ങ് വായിക്കും. വേറെ ഒന്നുമല്ല, ആ വീട്ടിലോട്ട് അതൊക്കെ അങ്ങ് വന്ന് കയറട്ടെ എന്ന് വിചാരിച്ചു. ഓർമ്മയുണ്ട്, ഒത്തിരി വീടുകളിൽ ചെന്ന് ഞാനത് വായിച്ചു. വായിക്കാൻ പറയും, എല്ലാവരും കൂടി ചേർന്ന് ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ അനുഗ്രഹത്തിന് ആമേൻ പറയും. ഇത് യഹൂദന്മാരുടെ മേൽ അന്ന് കർത്താവ് പറഞ്ഞു വെച്ച അനുഗ്രഹങ്ങളാണ്. നമ്മളിതിനെ കളയുന്നേ. ശാപം നമുക്ക് വേണ്ട, അനുഗ്രഹം കിട്ടിയെന്നല്ലേ. അതിൽ പ്രധാനമായി അതിനെ ക്ലാസിഫൈ ചെയ്താൽ, അതായത് ആദ്യത്തെ 14 വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ ക്ലാസിഫൈ ചെയ്താൽ 6 പ്രധാന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വേണമെങ്കിൽ അങ്ങ് എഴുതിക്കോ, പെട്ടെന്ന് ഞാൻ പറയാം. നമ്പർ 1 എക്സോൾട്ടേഷൻ, ഉയർച്ച. നമ്പർ 2 ഹെൽത്ത്, ആരോഗ്യം. എല്ലാവരും പറ ആരോഗ്യം. നമ്പർ 3 ഫ്രൂട്ട്ഫുൾനെസ്, ഫലപ്രാപ്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫലഭൂയിഷ്ഠമായ അവസ്ഥകൾ, ഉൽപാദനശേഷി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്പർ 4 പ്രോസ്പെറിറ്റി, അഭിവൃദ്ധി. നമ്പർ 5 വിക്ടറി, വിജയം. നമ്പർ 6 ഗോഡ്സ് ഫേവർ, ദൈവപ്രസാദം. ഈ 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ. കൂടുതലുണ്ടെങ്കിൽ പെറുക്കിയെടുത്തോ, നോ പ്രോബ്ലം. അടുത്തത് 15 മുതൽ 68 വരെ വായിക്കുമ്പോൾ, അതും വായിക്കുന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തില്ല. ഞാൻ തന്നെ വായിച്ചടക്കം നിർത്തി കളയാറുണ്ട്. വായിക്കാൻ പോലും നമുക്ക് തോന്നില്ല, അത്രയ്ക്ക് ഭീകരമായ ശാപങ്ങളുടെ പട്ടികയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെടുത്ത് പെറുക്കിയെടുത്താൽ ഒരു 8 പ്രധാന ഐറ്റംസ് അവിടെ വരുന്നുണ്ട്. ആവർത്തിച്ച് പലതും വരുന്നുണ്ട്. അതിൽ 8 ഐറ്റംസ് വരും. വേഗത്തിൽ പറയാം. ശാപങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്ന 8 കാര്യങ്ങൾ. നമ്പർ 1 ഹ്യൂമിലിയേഷൻ എന്ന് വെച്ചാൽ തരം താഴ്ത്തി താഴ്ച പ്രാപിക്കും. താഴ്ച ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോരുന്ന അവസ്ഥ. നമ്പർ 2 ബാരനസ്, അൺഫ്രൂട്ട്ഫുൾനെസ്, വന്ധ്യത, ഫലമില്ലാത്ത അവസ്ഥ, വന്ധ്യത. നമ്പർ 3 മെന്റൽ ഫിസിക്കൽ ഇൽനെസ്സസ്, മാനസിക രോഗങ്ങൾ. നമ്പർ 4 ഫാമിലി ബ്രേക്ക് ഡൗൺ, കുടുംബങ്ങൾ തകരുന്നു. നമ്പർ 5 പോവർട്ടി, ദാരിദ്ര്യം. 6 ഫെയിലിയർ, പരാജയം. നമ്പർ 7 ഒപ്രഷൻ, പീഡനം, അല്ലെ, ദണ്ഡനം, അങ്ങനെ പറയുന്നു. നമ്പർ 8 ഗോഡ്സ് ഡിസ്ഫേവർ, ദൈവത്തിൻ്റെ പ്രസാദമില്ലായ്മ. 8 ഐറ്റംസ് അവിടെ കാണുന്നുണ്ട്.
അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഇതേതാണ് എൻ്റെ മേൽ വരേണ്ടത്. ഇത് ദൈവവചനത്തിലുള്ളതാണ്. കാര്യം യഹൂദന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ചില തത്വങ്ങൾ, ചില പ്രിൻസിപ്പിൾസ് ഒരിക്കലും മാറുന്നില്ല. പുതിയ നിയമമായാലും പഴയ നിയമമായാലും അതങ്ങനെ തന്നെ പോകുന്നു. അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാണ്, ശാപങ്ങൾ ശാപങ്ങളാണ്. അപ്പോൾ ദാരിദ്ര്യം, രോഗം തുടങ്ങി ദണ്ഡനങ്ങൾ, പരാജയം, താഴ്ന്നു പോവുക, ഇതെല്ലാം എവിടെ കിടക്കുന്നത്? ശാപങ്ങളുടെ ലിസ്റ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം ഇത് എന്ത് വേണമെന്നുള്ളത്. ഇനി കാര്യത്തിലേക്ക് കയറാൻ പോവുക. സയൻസ് ഓഫ് കേഴ്സസ്, ശാപങ്ങളുടെ ലക്ഷണങ്ങൾ പറയാം. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എൻ്റെ മേലുണ്ടോ എന്നെനിക്കറിയാം. എനിക്ക് പലപ്പോഴും സംശയം വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു ദേവദാസനുമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുക, ദേവദാസൻ അപ്പുറത്തിരിക്കുന്നു, ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് പല കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമുണ്ട്, പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ എന്നെക്കാൾ സീനിയറായ ദേവദാസനോട് ഞാൻ ചോദിച്ചു, എൻ്റെ മേലും വല്ല ശാപമുണ്ടോ എന്ന് പ്രാർത്ഥിച്ച് നോക്കി. നമുക്ക് എല്ലാവർക്കും വരാമെന്നൊരു സംശയം ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കറിയാം ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ. ശ്രദ്ധിച്ചു കേൾക്കണം. എ പേഴ്സൺ ലിവിങ് അണ്ടർ എ കേഴ്സ് ക്യാൻ ബി ഈസിലി റെക്കഗ്നൈസ്ഡ്. ശാപത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് തിരിച്ചറിയാം. ബിക്കോസ് ഹി വിൽ ബി ഓൾവേസ് സ്ട്രഗ്ലിംഗ് എഗെയിൻസ്റ്റ് സംതിങ്. ആ വ്യക്തി എല്ലായ്പ്പോഴും എന്തിനെങ്കിലും എതിരെ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, എന്ന് വെച്ചാൽ പോരാടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ഭയങ്കരമായി ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു കാര്യം. പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഓൾ സ്ട്രഗിൾസ് ഇൻ ലൈഫ് ആർ നോട്ട് കേഴ്സസ്. ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും സ്ട്രഗിൾസും ശാപമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കോൺസ്റ്റൻ്റായി എല്ലായ്പ്പോഴും ഒരു ഭയങ്കരമായ ഒരു അശ്രാന്ത പരിശ്രമം നടത്തി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നൊരു രീതി ഉണ്ടെങ്കിൽ ശാപമാകാൻ സാധ്യതയുണ്ട്. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഹി വിൽ ബി അണേബിൾ ടു ബ്രേക്ക് ദ തിങ് ആൻഡ് ഓവർകം ഇറ്റ്. ആ കാര്യത്തെ ഭേദിച്ച് അതിജീവിച്ച് പുറത്ത് കിടക്കാൻ ആ വ്യക്തി പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഭേദിച്ച് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. എ കേഴ്സ് വിൽ ബി ലിമിറ്റിംഗ് എ പേഴ്സൺ. ശാപങ്ങളുടെ പ്രത്യേകത അതൊരു വ്യക്തിത്വത്തെ, ഒരു വ്യക്തിയെ പരിമിതപ്പെടുത്തും. ശാപത്തിന് കീഴിൽ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ലിമിറ്റഡ് ആയിരിക്കും. ലൈഫ് അങ്ങ് ഭയങ്കരമായി ശുഷ്കിച്ച് പരിമിതപ്പെട്ടു പോകും. ഈവൻ അറ്റ് ദ പോയിന്റ് ഓഫ് സക്സസ് ഫ്രസ്ട്രേഷൻ കംസ് ഇൻ. ഒരു വലിയ ജയം കിട്ടിയെന്ന് വിചാരിക്കുമ്പോഴും അതിനിടയിലും ഒരു എന്താ പറയുക, ഒരു ഫ്രസ്ട്രേഷൻ എന്തോ ഒരു ഫ്രസ്ട്രേഷൻ, എന്താ പറയുക, നിരാശ, ഒരു നല്ലൊരു വാക്ക് എനിക്ക് അറിയാമായിരുന്നു. ഒരു ഫ്രസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കും. ഒരു ആകെ അങ്ങ് നിരാശപ്പെട്ട് അല്ലേ, തകർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല, എ പേഴ്സൺ അണ്ടർ എ കേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ടേക്ക് പ്രോഗ്രസീവ് സ്റ്റെപ്സ്. പുരോഗമനം ഉണ്ടാവില്ല ജീവിതത്തിൽ, ഒരു പുരോഗതിയില്ല, അല്ലെങ്കിൽ അധോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ. ശാപങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച് തിയോളജിയൻസ് പറയുന്ന ഒരു കാര്യം, ഇൻ വൺ വേർഡ്, ദ ഇഫക്റ്റ് ഓഫ് ഓൾ കേഴ്സസ് ഈസ് ഫ്രസ്ട്രേഷൻ. ശപിക്കപ്പെട്ട ഒരു വ്യക്തി, ശാപത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാം കൂടി എടുത്താൽ ഒരൊറ്റ പോയിന്റിൽ വന്ന് അവസാനിക്കുക, അതാണ് ഫ്രസ്ട്രേഷൻ. ദാറ്റ് പേഴ്സൺ വിൽ ബി ഫ്രസ്ട്രേറ്റഡ്. ആകെപ്പാടെ അങ്ങ് നിരാശപ്പെട്ട് തകർന്ന് പോകുന്ന മോഹങ്ങളെല്ലാം നഷ്ടപ്പെട്ട് മോഹഭംഗങ്ങൾ ഉണ്ടാകും. ദെൻ കുറേ കാലം അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിച്ച് അവസാനം ആ വ്യക്തി തന്നെ ആത്മകഥം പറയും. എന്താ പറയുന്നറിയോ? തലവിധി, തലവര, ഇത് തലവിധിയാണ്, ഇതിങ്ങനെ പോകും, എൻ്റെ ജീവിതകാലം ഇങ്ങനെയാണ്. അവസാനം അതിൻ്റെ അർത്ഥം എന്താ? ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവസാനം ഇതെൻ്റെ വിധിയാണ്, ഇതിങ്ങനെ തീരും എന്ന് പറഞ്ഞ് അങ്ങ് അവസാനിക്കും. അങ്ങനെ എന്നും അകത്ത് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡായി നിരാശപ്പെട്ട് തോൽവി സമ്മതിച്ച് ഇങ്ങനെ ജീവിച്ച് പോകുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ പോകും വളരെ പെട്ടെന്ന്. അതേ അധ്യായത്തിൻ്റെ 45-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കാം. ഡ്യൂട്രോണമി 28:45. ആവർത്തന പുസ്തകം 28:45. മോറോവർ, ഞാനിത് ഇംഗ്ലീഷിൽ വായിച്ചേക്കാം, അല്ല മലയാളത്തിൽ ആദ്യം വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായിക കൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം, കാരണം 4 സ്റ്റെപ്പുകളുണ്ട്. ശാപങ്ങൾ ഒരു വ്യക്തിയിൽ വന്നാൽ 4 ചുവടുകൾ, 4 സ്റ്റെപ്പുകളിലൂടെയാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. Moreover, all these curses shall come upon you and pursue and overtake you until you are destroyed, because you did not obey the voice of the Lord your God, to keep his commandments and his statutes which he commanded you.
അവിടെ 4 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. നമ്പർ 1, ദേ വിൽ കം അപ്പോൺ യു, അവ നിന്റെ മേൽ വരും, ശാപങ്ങൾ നിന്റെ മേൽ വരും. 2, ദേ വിൽ പെർസ്യൂ യു, അത് നിന്നെ പിന്തുടരും. നമ്പർ 3, ദേ വിൽ ഓവർടേക്ക് യു, അത് നിന്നെ പിന്തുടരുന്നതിന് ശേഷം അത് നിന്നെ ഓവർടേക്ക് ചെയ്യും. അത് നിന്നെ ഓവർടേക്ക് ചെയ്യുന്ന അറിയാലോ, ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇങ്ങനെ പാസ് ചെയ്തിട്ട് മുമ്പിൽ കയറി ഓടും, അതിനെ അതങ്ങനെ ഓവർടേക്ക് ചെയ്ത് നിന്റെ മേൽ വരും. നമ്പർ 4, ദേ വിൽ ഡിസ്ട്രോയ് യു, അതിനുശേഷം നിന്നെ നശിപ്പിക്കും. 4 സ്റ്റെപ്പുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിന്റെ മേൽ വരും, നിന്നെ പിന്തുടരും, നിന്നെ പിടിച്ച് നിന്നെ കീഴടക്കും, അതിനുശേഷം നിന്നെ നശിപ്പിക്കും. ഇതാണ് ശാപങ്ങളുടെ 4 സ്റ്റെപ്പുകൾ. എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, കേഴ്സസ് ആർ വെരി വെരി സ്റ്റബൺ. കാരണം ഇത് കേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നത്. ഓക്കെ, കേഴ്സസ് ആർ സ്റ്റബൺ. കാരണം കേഴ്സസ് ഹാവ് ലോങ് സ്റ്റാൻഡിങ് ഇഫക്ട്സ്. ദീർഘനാൾ ഈ കേഴ്സ് ഒരു വ്യക്തിയുടെ മേൽ നിലനിൽക്കും. ഇറ്റ് ക്യാൻ റൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ചിലപ്പോൾ ഒരു തലമുറയിൽ ഒരാളുടെ കബറടക്കം നടന്നു, അയാളെ കുഴിച്ചിട്ടു, അതോടെ അവസാനിക്കുന്നില്ല, അടുത്ത തലമുറയിലും കൂടെ അത് വരാം. 3ാമത്തെയും 4ാമത്തെയും തലമുറ നമ്മൾ വായിച്ചു. ഇനി ദ കേഴ്സ് ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ, ഈ ജെറിക്കോ മതിലിൻ്റെ സമയത്ത്, ഈ ജെറിക്കോ മതിൽ വീണ സമയത്ത് ഈ യോശുവ അവിടെ നിന്നുകൊണ്ടൊരു ശാപം പറഞ്ഞു, ഇതിൻ്റെ ആരെങ്കിലും ഇതിനെ തിരിച്ചു പണിയാൻ ശ്രമിച്ചാൽ, ആദ്യം അത് തുടക്കം ഇടുന്ന സമയത്ത് മൂത്ത മകനും അല്ലേ, അത് പണിതതിൻ്റെ പൂർത്തീകരിക്കുന്ന സമയത്ത് അവസാനത്തെ മകനൊക്കെ മരിക്കും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം പല തലമുറകളിലേക്ക് ഏകദേശം 300-500 വർഷത്തോളം, 300 മുതൽ 500 വർഷത്തോളം ഏകദേശം ആ ശാപം തുടർന്നെന്ന് പറയും. ആ ഒരൊറ്റ പട്ടണത്തിൻ്റെ മേൽ പറഞ്ഞ ശാപം. ഓക്കെ, അങ്ങനെ അതിഭയങ്കരമായി, ചുരുക്കി പറഞ്ഞാൽ ഒരു ശാപം ഒരാളിൽ വന്നാൽ സാധാരണ 1 കൊല്ലമായിരിക്കോ 3 കൊല്ലമായിരിക്കോ 12 കൊല്ലമായിരിക്കോ, നോ, ലീഗലി നിയമപ്രകാരം അതിനെ നിർത്തൽ ചെയ്യുന്നത് വരെ, സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് ശാപങ്ങളുടെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതിലേക്കൊക്കെ ഈ ആഴ്ചയിൽ കയറാൻ പോകുക, ഒറ്റ എപ്പിസോഡ് പോലും മുടങ്ങിപ്പോകരുത്, നോട്ട്സ് കുറിച്ചെടുക്കുകയും വേണം. ഏറ്റവും ഭീകരമായ ശാപം ഏതാണെന്ന് ചോദിച്ചാൽ ഹിഡൻ കേഴ്സസ് ആണെന്ന് പറയുന്നത്, മറഞ്ഞു കിടക്കുന്നത്. ചില ശാപങ്ങൾ നമുക്കറിയാം. ഉദാഹരണത്തിന്, മാതാപിതാക്കൾ ഒരു മോനെയും മോളെ ശപിച്ചു, അപ്പോൾ അത് കേട്ട് ഓർമ്മയിലുണ്ട്, നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ, നീ മുടിഞ്ഞു പോകുകടാ, ഒരപ്പൻ മോനെ നോക്കി പറഞ്ഞു നിന്നിരിക്കട്ടെ, അതെന്നും മനസ്സിലാക്കും. അപ്പോൾ അറിയാം അപ്പൻ ശപിച്ചിട്ടാണ്. പക്ഷെ ചിലത് അങ്ങനെയല്ല, എങ്ങനെ ഇത് വന്നു എന്ന് അറിയില്ല. അതാണ് ഏറ്റവും ഡേഞ്ചറസ്. കാരണം ഇതിൻ്റെ കാരണം അറിയാത്തത് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ വരാം. അടുത്തൊരു പ്രത്യേകത, ദർ ഇസ് നോ കേഴ്സ് വിതൗട്ട് എ ഡീമൺ. ദുരാത്മാക്കളില്ലാതെ, അശുദ്ധാത്മാക്കൾ പ്രവർത്തിക്കാത്ത ഒരു ശാപമില്ല. എന്ന് വെച്ചാൽ എല്ലാ ശാപങ്ങളുടെയും പുറകിൽ പൈശാചിക ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടുകൂടെയിരിക്കും. അതുകൊണ്ട് ആ പൈശാചിക ശക്തികളോട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും എന്നാണ് ഈ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ശാപം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ ശാപത്തിൽ നിന്ന് അഥവാ ഉണ്ടെങ്കിൽ രക്ഷപ്രാപിക്കാനുള്ള സൂത്രം നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. കൂടാതെ അഥവാ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെ ശുശ്രൂഷിക്കാനും ആവശ്യമായ ഒരു ആത്മീയ കരുത്ത് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഠിപ്പിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും ശാപം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, ഇത് കേട്ട് അവസാനം ശരിയാണല്ലോ, എനിക്ക് ഇന്നലെയും കൂടി നിരാശ തോന്നി, അപ്പം ഞാൻ ശപിക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നതിനല്ല ശാപം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ശാപത്തിൽ നിന്ന് പുറത്ത് ചാടാനും, ഒരുപക്ഷെ നിങ്ങൾ ചാടിക്കഴിഞ്ഞ ആളായിരിക്കും ഹല്ലേലൂയ പറയുക. ചാടിയിട്ടില്ലാത്തവർക്ക് ഈ ദിവസങ്ങളിൽ ചാടി രക്ഷപ്പെടാനുള്ള, ജയത്തിലേക്ക് വരാനുള്ള, അനുഗ്രഹത്തിലേക്ക് വരാനുള്ള വകുപ്പാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ എല്ലാവരും ശപിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, രക്ഷപ്പെടാൻ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം, ഒരു 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 വലിയ സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, ക്രിസ്തുവേശുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പറഞ്ഞ ക്രിസ്തുവേശുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെ ഒരാൾ ശപിച്ചാൽ അയാൾ ശപിക്കപ്പെടും. പിടിയിട്ടില്ല, നിങ്ങൾ പറയും. അനുഗ്രഹിക്കപ്പെട്ട ഒരാളെ, ദൈവം അനുഗ്രഹിച്ച ഒരാൾ ശപിച്ചാൽ അയാൾ ശപിക്കപ്പെടും. അതെങ്ങനെ മനസ്സിലായി? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 3-ാമത്തെ വചനത്തിൽ, I will bless those who bless you and whoever curses you I will curse and all peoples on earth will be blessed through you. അബ്രഹാമിന്റെ പിള്ളേർക്കുള്ള വാഗ്ദത്തം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യം, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരാളെ ശപിച്ചാൽ അയാൾക്കാണ് ശാപം വരുന്നത്, അല്ലാതെ അനുഗ്രഹിക്കപ്പെട്ട ആൾ ഒരിക്കലും ശപിക്കപ്പെടുകയില്ല. ക്രിസ്തുവേശുവിൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത്
ഒരു കാര്യം മനസ്സിലായി കാണും, ലോങ് സ്റ്റാൻഡിങ് ആയി തലമുറയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലോ എന്തിൽ നിന്നെങ്കിലും ഒരു കാരണവശാലും പുറത്ത് കിടക്കാൻ കഴിയാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ, ഒരു പുരോഗതിയും ലൈഫിലില്ലെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഉള്ള സൊല്യൂഷൻ കൂടെ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ട് ഈ ശനിയാഴ്ചക്കകം പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ഈ ശനിയാഴ്ചക്കകം ഞാനാ പറയുന്നത്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? അതിൽ പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചില മേഖലകളിൽ ശാപമുണ്ട്, ഒരു നിഴലുണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് തലവിധിയാണ്, ഇത് തലവരെയാണ്. പണ്ടൊരാൾ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് എൻ്റെ തലയിൽ പാരക്കോല് കൊണ്ട് എന്താണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യരുടെ ചിന്താഗതികളാണ്. ആ സമയത്ത് എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ മറന്നു പോകും. ഇതിങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ദൈവം നിങ്ങൾക്ക് തന്ന സ്വപ്നങ്ങൾ മറക്കരുത്. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും അത് നിറവേറും. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നുണ്ടല്ലോ, ചില പെൺകുട്ടികളോട്, ആൺകുട്ടികളോട്, ഈവൻ ചില വാർദ്ധക്യത്തിലുള്ളവരോട് വരെ. കാരണം വാർദ്ധക്യത്തിലുള്ളവർ സ്വപ്നങ്ങൾ കാണുമെന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്ത്യകാലത്ത് പരിശുദ്ധാത്മ പകരപ്പെടുമ്പോൾ സ്വപ്നങ്ങളൊക്കെ തിരിച്ചു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്.